തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തെ എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ വെച്ചാണ് യുവതി രക്തസ്രാവം മൂലം വീട്ടിൽ പ്രസവം എടുക്കുന്നതിനിടയ്ക്ക് മരണപ്പെടുന്നത്. ഇതിൽ ഭർത്താവ് നയാസിനെതിരെ, അതുപോലെ തന്നെ ആദ്യ ഭാര്യയിലെ മകൾ, ഒപ്പം തന്നെ ആദ്യ ഭാര്യ എന്നിവരെ അടക്കം പ്രതി ചേർക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന അക്യുപങ്ചർ വിദഗ്ധ ചികിത്സകനെയും കൂടെ ഈ കേസിൽ പ്രതി ചേർക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് ഷമീറയ്ക്ക് പ്രസവവേദന തുടങ്ങിയത്. എന്നാൽ ഭർത്താവ് നയാസിന് ഭാര്യ വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്ന വാശിയായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കൊച്ചിനും ആ വൈഫും വളരെ റെയറായിട്ടാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. അറിഞ്ഞൂടാ, കാര്യം പുറത്തൊന്നും വലുതായിട്ട് ഇറങ്ങാറില്ല. അത്യാവശ്യത്തിന് കാര്യം മാത്രം കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങുന്നത്. ഭർത്താവ് പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകരും വരണ്ട, പോലീസ് വന്നു പോലീസിൻ്റെയും പറഞ്ഞ് വരണ്ട, ഇവിടെ ആവശ്യമില്ല, ഞാൻ എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് നിയാസ് പറഞ്ഞത്. ഷമീറ ബീവിയുടെ പ്രസവം എടുക്കാൻ നയാസ് തൻ്റെ ആദ്യ ഭാര്യയെയും അക്യുപങ്ചർ പഠിച്ചുകൊണ്ടിരുന്ന 16-കാരിയായ മകളെയുമാണ് ചുമതലപ്പെടുത്തിയത്. അതിനാൽ രണ്ടുപേരെയും പ്രതി ചേർക്കാനാണ് പോലീസ് തീരുമാനം. മരിച്ച ഷമീറയ്ക്ക് അക്യുപങ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇയാൾ നിർദ്ദേശിച്ച പ്രകാരം നിയാസ് ഷമീറയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനാൽ ഷിഹാബുദ്ദീനെയും പ്രതി ചേർക്കാനാണ് നീക്കം. ഇപ്പോൾ നയാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിച്ചത് മൂലമുള്ള മരണം എന്നീ കുറ്റങ്ങളാണ്. നയാസും കുടുംബവും കാരയ്ക്ക മണ്ഡപത്തെ വീട്ടിൽ വാടകയ്ക്കെത്തിയിട്ട് 8 മാസമായി. എന്നാൽ നാട്ടുകാരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഷമീറയുടെ 3 പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നു, അതും സിസേറിയൻ. അതിനാൽ തന്നെ വീട്ടിലെ പ്രസവത്തിൽ ഷമീറയ്ക്ക് ആശങ്കകൾ ഏറെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. അയാൾ ചികിത്സ നിഷേധിച്ചത് തന്നെയാണ് മരണകാരണം. ഉപേക്ഷിച്ച് കളയുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് മാത്രമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോവാത്തത്. പിന്നെ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് അതിനകത്ത് ഇരുന്നു. അവർ പുറത്ത് നമ്മളെ ആരടുത്തും സംസാരിക്കരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഷമീറയെ ആശുപത്രിയിലെത്തിക്കാൻ പലതവണ വീട് കയറി ഇറങ്ങി. എന്നാൽ നയാസ് അവരെയൊക്കെ ആട്ടി അകറ്റി. പോലീസിനോടടക്കം ഇയാൾ പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ നിയമമെന്നാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.